ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി എന്താണ്, കസ്റ്റം റോം എന്താണ്, ബൂട്ട് ലോഡർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ സാധിക്കും. കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തെറ്റായിട്ടുള്ള റിക്കവറി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പിന്നെ ഓൺ ആകത്തില്ല. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ മാത്രം ഈ കാര്യം ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതിൽ ഒരു പങ്കും കാണുന്നില്ല. ഞാനിതൊരു ഇൻഫർമേഷന് വേണ്ടി, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ സ്റ്റോക്ക് റിക്കവറി മാറ്റിയതിനു ശേഷം കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നത്, അതേപോലെ ഇത് എവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നമ്മൾ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നതിന് മുമ്പ് സാംസങ്ങിൻ്റെ, നമ്മളിപ്പോൾ സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാംസങ്ങിൻ്റെ USB ഡ്രൈവർ, വിൻഡോസിന് വേണ്ടിയുള്ള USB ഡ്രൈവർ കറക്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് വേണ്ട കസ്റ്റം റിക്കവറി അല്ലെങ്കിൽ കസ്റ്റം റോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് STA ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതേപോലെ കസ്റ്റം റോമും റിക്കവറിയും എല്ലാ ഫോണിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന കുറേ ഡെവലപ്പേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ ഫോണുകളുടെയും, ഞാൻ പറയത്തില്ല, ഒട്ടുമിക്ക ഫോണുകളുടെയും കസ്റ്റം റിക്കവറിയും റോമും ഒക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ ഫോണ് S2 ആണ്. അതിനുശേഷം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ ഏതാണെന്ന് കറക്റ്റായിട്ട് എഴുതി നിങ്ങൾ സെർച്ച് ചെയ്യുക. കാരണം S2 എന്ന് പറയുന്ന ഫോണ് പല മോഡൽ നമ്പറിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണും ഒരേ ഫോണ് ഒരുപാട് മോഡൽ നമ്പറിൽ ഇറങ്ങുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ഫോണുകൾക്കും പല പല വേരിയൻറ്റുകളുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ റിക്കവറിയോ റോമോ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്യുക. തെറ്റായിട്ടുള്ള റോമോ റിക്കവറിയോ നിങ്ങൾ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് ഓൺ ആകത്തില്ല. പിന്നെ അത് വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് പൈസ മുടക്കി അത് ശരിയാക്കേണ്ടി വരും. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. നോക്കുക, ഇവിടെ CWM റിക്കവറി, അതേപോലെ TWRP റിക്കവറി, അങ്ങനെ 2-3 ടൈപ്പിലുള്ള റിക്കവറികളുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഏതാണോ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ നോക്കുക, അതിനുശേഷം അത് ഓപ്പൺ ആക്കുക. ഞാനിവിടെ ഒന്നും ഈ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നോക്കുക, ഹൗ ടു റൂട്ട് ഇൻസ്റ്റാൾ CWM റിക്കവറി ഫ്ലാഷ് വയ ഓഡിൻ ഗാലക്സി S2 19100G. എൻ്റെ ഫോണിൻ്റെ മോഡൽ നമ്പരും ഡീറ്റെയിൽസും എല്ലാം ആണ് ഉള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഒന്നും സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിന് വേണ്ടിയുള്ള റിക്കവറി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് ഫോണിൽ ഫ്ലാഷ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കമൻസ് ഒക്കെ നോക്കാൻ സാധിക്കും, എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്നൊക്കെ. മറ്റുള്ളവർ ഫ്ലാഷ് ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഞാനിവിടെ ഒന്നും കസ്റ്റം റിക്കവറി ഡൗൺലോഡ് ചെയ്തു, ഓഡിയൻ ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഓഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ ത്രൂ ആയിരിക്കും നമ്മളുടെ മൊബൈലിൽ നമ്മൾ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, എൻ്റെ ഫോണിലേക്ക് കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യാനായിട്ട് ഞാൻ ഓഡിയൻ ഫയൽ ഡൗൺലോഡ് ചെയ്തു. ഓഡിയൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം സാംസങ്ങിൻ്റെ USB ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കസ്റ്റം റിക്കവറി ഫയൽ അതും ഞാൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഇത് നോക്കുക, ഒരു സിപ്പ് ഫയലായിട്ടാണ് സാംസങ് USB ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഞാനത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സാംസങ്ങിൻ്റെ USB ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. USB ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
അതുകൊണ്ട് ആദ്യം സാംസങ് USB ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ നോക്കുക, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് സാംസങ് USB ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ കസ്റ്റം റിക്കവറിയോ കസ്റ്റം റോമോ ഒക്കെ ഫ്ലാഷ് ചെയ്യാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് അറിയാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണ് ഡെഡായി പോകും. അതുകൊണ്ട് നിങ്ങളത് തീർത്തും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടായതിന് ശേഷം, നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഞാനത് ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതേപോലെ കസ്റ്റം റിക്കവറിയുടെ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ USB ഡ്രൈവേഴ്സും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഏത് ഫോണിലാണോ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യേണ്ടത് ആ ഫോൺ ഞാനൊന്ന് ഓൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇനി എൻ്റെ ഫോണിൽ ഫോൺ വാങ്ങിയപ്പോൾ ഉള്ള സ്റ്റോക്ക് റിക്കവറി നിങ്ങളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം ഫോണ് പവർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ നിന്ന് പവർ ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഒന്ന് ഊരിയിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഫോണിൽ ഇട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് വോളിയം അപ്പ് ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. പല ഫോണുകളിലും പല രീതിയിലായിരിക്കും. ഞാൻ വോളിയം അപ്പ് ബട്ടണും അതേപോലെ ഹോം ബട്ടൺ പിന്നെ പവർ ബട്ടൺ ഇത് മൂന്നും കൂടി പ്രസ് ചെയ്യാൻ പോവാണ്. ആദ്യം വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്തു. അതിനുശേഷം ഹോം ബട്ടൺ പിന്നെ പവർ ബട്ടൺ ഇത് മൂന്നിലും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സാംസങ്ങിൻ്റെ ലോഗോ വരും. അപ്പോൾ നിങ്ങൾ പവർ ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് സിസ്റ്റം റിക്കവറി. ഇത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ ഫോണിലുള്ള സിസ്റ്റം റിക്കവറിയാണ്. ഇതിന് പറയുന്നത് സ്റ്റോക്ക് റിക്കവറിയാണ് എന്നാണ്. നമുക്കിപ്പോൾ സ്റ്റോക്ക് റിക്കവറി അല്ല, നമ്മുടെ ഫോണിലേക്ക് നമുക്കൊരു കസ്റ്റം റിക്കവറിയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് റീബൂട്ട് സിസ്റ്റം നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒന്ന് ബാറ്ററി ഊരുകയാണ്. അതിനുശേഷം വീണ്ടും ബാറ്ററി ഇട്ടു. ഇനിയുമാണ് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടെ ഫോണ് ഡൗൺലോഡിംഗ് മോഡിൽ ഓൺ ആക്കണം. അതായത് ഓഡിൻ മോഡെന്നും ഇതിന് പറയും. ഓഡിൻ മോഡിൽ നമ്മുടെ ഫോണ് ഓൺ ആക്കണം. അതിനായിട്ട് ചെയ്യേണ്ടത് വോളിയം ഡൗൺ ബട്ടൺ അതേപോലെ ഹോം ബട്ടൺ പവർ ബട്ടൺ ഇത് മൂന്നും കൂടി പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, വാർണിംഗ് മെസ്സേജ് വരും. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാനായിട്ട് വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇത്രയും വന്നു കഴിയുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഡിൻ മോഡ് എന്നിവിടെ മുകളിൽ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഇതാണ് ഡൗൺലോഡിംഗ് മോഡ്, ഓഡിൻ മോഡ് എന്നും ഇതിന് പറയും. ഇനിയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും ഓട്ടോ റീബൂട്ട് എന്ന് പറയുന്ന ചെക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മൊബൈലിലും ഡൗൺലോഡിംഗ് മോഡിലാണ്. അതിനുശേഷം PDA എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം റിക്കവറി എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി കാണാൻ സാധിക്കും. അതേപോലെ സ്റ്റോക്ക് റിക്കവറി ഉണ്ട്. ഞാനിവിടെ നിന്ന് കസ്റ്റം റിക്കവറിയാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനില്ല. ഇനിയും ചെയ്യേണ്ടത് ഡൗൺലോഡിംഗ് മോഡിലുള്ള നിങ്ങളുടെ ഫോണിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു USB കേബിള് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇവിടെ USB കേബിൾ കണക്ട് ചെയ്തപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു കളർ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ആഡഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കാണാം, നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, എൻ്റെ ഫോണിൽ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പച്ച സിമ്പിൾ വന്നിട്ടുണ്ട്. അതിനുശേഷം മുകളിലായിട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏകദേശം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്യല്ലേ, 1 മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡേറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഞാൻ ബാറ്ററി റിമൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും ബാറ്ററി ഫോണിലിടുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോണ് റിക്കവറി മോഡിൽ നിന്ന് ഓണാക്കാം. അതിനായിട്ട് വോളിയം അപ്പ് ബട്ടൺ അതേപോലെ ഹോം ബട്ടൺ പവർ ബട്ടൺ ഇത് മൂന്നും ഒരേപോലെ പ്രസ് ചെയ്യുക. സാംസങ്ങിൻ്റെ ഈ ലോഗോ വരുമ്പോൾ പവർ ബട്ടണിൽ നിന്ന് കൈയെടുക്കുക. മറ്റ് 2 ബട്ടണുകളും പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ
ഫോണിൽ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CWM ബേസ്ഡ് റിക്കവറി ഇപ്പോൾ ഫ്ലാഷ് ആയിട്ടുണ്ട്. നോക്കുക, താഴെയും കാണാൻ സാധിക്കും CWM റിക്കവറി. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ റിക്കവറി മോഡ് ഓണാക്കി കാണിച്ചിരുന്നു. നമ്മൾ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുന്നതിന് മുമ്പ് സാംസങ് റിക്കവറി ആയിരുന്നു അതിൽ കണ്ടിരുന്നത്, അതായത് സ്റ്റോക്ക് റിക്കവറി ആയിരുന്നു. അത് മാറ്റി നമ്മളിപ്പോൾ കസ്റ്റം റിക്കവറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് റീബൂട്ട് ചെയ്യണമെങ്കിൽ റീബൂട്ട് ചെയ്യാൻ സാധിക്കും. വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉപയോഗിച്ചാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കാനായിട്ട് CWM റിക്കവറിയിൽ നമ്മൾ ഈ പവർ ബട്ടണാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒന്നും റീബൂട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. നമ്മുടെ ഫോണിൽ കസ്റ്റം റോമോ അല്ലെങ്കിൽ റൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യുകയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്തു. ഇനി നമുക്ക് ഫോണിലേക്ക് കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ സൂപ്പർ SU നമുക്ക് ഇതിലേക്ക് റൂട്ട് SS ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അതേപോലെ നല്ല ഫോണുകൾ, നിങ്ങളുടെ പുതിയ ഫോണുകളിലൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളിപ്പോൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ പഴയ ഫോണുകൾ, അതായത് പഴയ ഫോണുകളിലൊന്നും പുതിയ അപ്ഡേഷനൊന്നും നമുക്ക് ലഭിക്കത്തില്ല. സാംസങ്ങിൻ്റെ ഇപ്പോൾ ഒരുപാട് പുതിയ ഫോണുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പഴയ ഫോണുകളിൽ ഒന്നും തന്നെ അപ്ഡേഷൻ ഇല്ല, സാംസങ്ങിൻ്റെ ഒന്നും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ കസ്റ്റം റിക്കവറിയും കസ്റ്റം റോമും ഒക്കെ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡറി ഫോണിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ 4.1.2 ആണ്. ഇതിൽ അപ്ഡേറ്റുകളൊന്നും ഇനി വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിൽ ആദ്യം കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്ത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഫോൺ റൂട്ടഡ് ആണ്. ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കിങ് യൂസർ എന്ന് പറയുന്ന റൂട്ട് SS ആണ്. ഞാനിത് മാറ്റി സൂപ്പർ SU എങ്ങനെയാണ് ആക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം റോം എങ്ങനെ ഫ്ലാഷ് ചെയ്യാവുന്നുള്ള കാര്യങ്ങളും കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ഫോണ് അഴുക്കായി പോകാൻ, കേടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.